2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഷെയർ മാർക്കറ്റിലെ IT സൈബർ സെക്യൂരിറ്റി കമ്പനികളുടെയൊക്കെ ഷെയറുകൾ കുത്തനെ ഇടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടിരുന്നത്. ക്ലോഡ് കോവർക്കും ക്ലോഡ് കോഡുമാണ് വിപണിയെ ഒന്നാകെ പിടിച്ചുകുലുക്കിയത്. ഞാനിപ്പോൾ കുറച്ചായി ഇപ്പോൾ ഈ ക്ലോഡ് കോവർക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ കുറച്ച് യൂസ് കേസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ക്ലോഡ് മാർക്കറ്റിൽ ഇത്ര വലിയൊരു തകർച്ച കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആദ്യത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനുവരി അവസാനത്തോടെ ആന്ത്രോപിക് ക്ലോഡ് കോവർക്കിലേക്ക് 11 ഓപ്പൺ സോഴ്സ് പ്ലഗിനുകൾ അവതരിപ്പിച്ചു. ഇതോടെയാണ് വൻകിട കമ്പനികൾ ഉപയോഗിച്ചിരുന്ന പല എക്സ്പെൻസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളുടെ ഒക്കെ ആവശ്യമില്ലാതായത്. രണ്ടാമത്തെ സംഭവം സൈബർ സെക്യൂരിറ്റി ക്രാഷ് ആയിരുന്നു. കോടിക്കണക്കിന് രൂപ കൊടുത്ത് IT കമ്പനികളെയും സെക്യൂരിറ്റി ഏജൻസികളെയും ഒക്കെ ഏൽപ്പിച്ചിരുന്ന പല വലിയ പണികളും ഈ ഒരു $20 കൊടുത്താൽ ഒരു AI സ്വന്തമായി ചെയ്യുമെന്നുള്ള തിരിച്ചറിവാണ് ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ വളരെയധികം ഭയപ്പെടുത്തിയിരുന്നത്. ഫെബ്രുവരി 23 അടുത്തൊരു സംഭവം നടന്നത്. ലോകത്തെ തന്നെ 95% ATM ഇടപാടുകൾ നടക്കുന്നത് പഴക്കമുള്ള ഒരു കൊബോൾ എന്ന് പറയുന്ന ഒരു കോഡിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു പഴയ സിസ്റ്റങ്ങൾ മെയിൻ്റെനൻസ് ചെയ്യുന്നതിലൂടെ കോടിക്കണക്കിന് ഡോളേഴ്സാണ് വമ്പൻ കമ്പനിയായിട്ടുള്ള IBM വർഷാവർഷം സമ്പാദിക്കുന്നത്. എന്നാൽ ഈ കൊബോൾ കോഡുകൾ പുതിയ കാലത്തേക്ക് തനിയെ അപ്ഡേറ്റ് ചെയ്യാൻ തനിക്ക് കഴിയുമെന്ന് ക്ലോഡ് കോഡ് തെളിയിച്ചു. ഇതോടെയാണ് IBMന്റെ ഷെയറുകൾ 13.2% ഒറ്റയടിക്ക് ഇടിഞ്ഞത്. ക്ലോഡ് കോവർക്ക് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് അതിനുശേഷമുള്ള എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോഡിന്റെ ഈ ഒരു കോവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് cloud.com/download എന്ന് പറഞ്ഞ ഈ URL വരാം. URL വന്നു കഴിയുമ്പോൾ നമുക്കിതൊരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് ആപ്പിളിലും വിൻഡോസിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള 2 ലിങ്കുകൾ ഇവിടെ കാണാം. നിങ്ങൾ macOS ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക, വിൻഡോസ് ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്കുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വൺസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനായിരിക്കും നമുക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതെന്ന് പറയുന്നത് നോർമലായിട്ട് നമ്മൾ ക്ലോഡിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് കോവർക്കാണ്. കോവർക്ക് ഈ ഒരു നമ്മുടെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിലുള്ളതാണ്. ക്ലോഡ് കോഡും നമ്മുടെ ഈ ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനിലുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് കോവർക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്.